അമേരിക്കയിലെ കാലിഫോർണിയയിൽ മോസ്കിന് നേരെ നടന്ന വെടിവയ്പിൽ സുരക്ഷാ ജീവനക്കാരനുൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം നടത്തിയെന്ന് സംശയിക്കുന്ന 2 കൗമാരക്കാരെ പിന്നീട് വാഹനത്തിനുള്ളിൽ സ്വയം വെടിയുതിർത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. സാൻ ഡിയേഗോയിലെ ഇസ്ലാമിക് സെന്ററിലാണ് ദാരുണമായി ഈ സംഭവം അരങ്ങേറിയത്. തിങ്കളാഴ്ചയാണ് സാൻ ഡിയേഗോ കൗണ്ടിയിലെ ഏറ്റവും വലിയ പള്ളിയായ ഇസ്ലാമിക് സെന്റർ ഓഫ് സാൻ ഡിയേഗോയിൽ വെടിവയ്പുണ്ടായത്. അടിയന്തര സന്ദേശം ലഭിച്ച് വെറും 4 മിനിറ്റിനുള്ളിൽ തന്നെ സായുധരായ പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി. പള്ളിയുടെ മുൻവശത്തായി 3 പേർ വെടിയേറ്റ് മരിച്ചു കിടക്കുന്നതായാണ് പോലീസ് ആദ്യം കണ്ടത്. ഉടൻ തന്നെ പ്രദേശം പൂർണ്ണമായും സുരക്ഷാ വലയത്തിലാക്കിയ പോലീസ് പള്ളിയുടെ അകത്തും സമീപത്തുമുള്ള സ്കൂളിലും അടിയന്തര പരിശോധനകൾ നടത്തി ജനങ്ങളോട് വീടിനുള്ളിൽ തന്നെ കഴിയാൻ നിർദ്ദേശം നൽകി. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് പള്ളിക്ക് പുറത്ത് തെരുവിലായി നിർത്തിയിട്ടിരുന്ന ഒരു വാഹനത്തിൽ അക്രമികളെന്ന് സംശയിക്കുന്ന 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 19ഉം 17ഉം വയസ്സുള്ള കൗമാരക്കാരാണ് ഇവർ. ഇരുവരും സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കുകയായിരുന്നുവെന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് വെടിവയ്പുണ്ടായിട്ടില്ലെന്നും സാൻ ഡിയേഗോ പോലീസ് മേധാവി സ്കോട്ട് വാൾ സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ട 3 പേരിൽ ഒരാൾ പള്ളിയിലെ സുരക്ഷാ ജീവനക്കാരനാണ്. മറ്റ് 2 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതിനിടെ സമീപത്ത് ജോലി ചെയ്യുകയായിരുന്ന മറ്റൊരാൾക്ക് നേരെയും വെടിയുതിർത്തെങ്കിലും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടതായി പോലീസ് അറിയിച്ചു. അതേസമയം പള്ളിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരും അധ്യാപകരും വിദ്യാർത്ഥികളും പൂർണ്ണ സുരക്ഷിതരാണെന്ന് ഇമാം താഹ ഹസൻ അറിയിച്ചു. തങ്ങളുടെ കമ്മ്യൂണിറ്റി ഇതിനു മുമ്പ് ഇത്തരമൊരു ദുരന്തം നേരിട്ടിട്ടില്ലെന്നും ഒരു ആരാധനാലയത്തിന് നേരെ നടക്കുന്ന ആക്രമണം അങ്ങേയറ്റം അപലപനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെടിവയ്പ്പിനെ ഭയാനകമായ സാഹചര്യമെന്ന് വിശേഷിപ്പിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമും സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി. അടിയന്തര സാഹചര്യത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ച രക്ഷാപ്രവർത്തകർക്കും പോലീസിനും അദ്ദേഹം നന്ദി അറിയിച്ചു. നിലവിൽ പ്രദേശത്തെ ഭീഷണി പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.